ബന്ധുനിയമന വിവാദത്തിൽ ഇ.പി. ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. പി.കെ. ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരും വ്യവസായ വകുപ്പ് സെക്രട്ടറി പോൾ ആന്റണിയും 2-3 പ്രതികൾ. ജയരാജനെതിരെ വിശദമായ അന്വേഷണം വേണമെന്ന് വിജിലൻസ്. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. CPM കേന്ദ്ര കമ്മിറ്റി തുടരുന്നു. UAPA ദുരുപയോഗം ചെയ്ത് കേരള പോലീസ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നുവെന്ന് മുസ്ലിം ലീഗ്. ഭരണഘടനയ്ക്കെതിരെ ഭരണകൂടം തന്നെ പ്രവർത്തിക്കുകയാണെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ. ആരെങ്കിലും മതപ്രഭാഷണം നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് പോലീസെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ബന്ധുനിയമനത്തിൽ കുടുങ്ങി ജയരാജൻ ഒന്നാം പ്രതിക്കുള്ള പാർട്ടി ശിക്ഷയെന്ത്? ബന്ധുനിയമന വിവാദത്തിൽ മുൻ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസിന്റെ FIR. KSIE MD നിയമനം ലഭിച്ചിരുന്ന സുധീർ നമ്പ്യാർ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോൾ ആന്റണി എന്നിവർ 2-3 പ്രതികളാണ്. ജയരാജൻ ഗൂഢാലോചന നടത്തിയെന്ന് FIR-ൽ പരാമർശമുണ്ട്. FIR-നൊപ്പം ത്വരിത പരിശോധനാ റിപ്പോർട്ടും തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തി. തിരുവനന്തപുരത്ത് CPM നേതൃയോഗങ്ങൾ ചേരുന്നതിനിടെയാണ് വിജിലൻസ് ത്വരിതാന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. വിവാദങ്ങളോട് പ്രതികരിക്കാൻ ഇ.പി. ജയരാജൻ തയ്യാറായില്ല. ബന്ധുനിയമന വിവാദം ചർച്ചയ്ക്കെടുക്കേണ്ട എന്നതായിരുന്നു CPM-ന്റെ മുൻ നിലപാട്. പുതിയ സാഹചര്യത്തിൽ പാർട്ടി നിലപാട് എന്താകും? CPM നേതൃയോഗങ്ങൾ ചേരുന്ന ഹൈസിന്ത് ഹോട്ടലിൽ നിന്ന് K. സജീഷ് വിശദാംശങ്ങളുമായുണ്ട്. സജീഷ്, ബന്ധുനിയമന വിവാദത്തിൽ ഏത് വിധത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണ് എന്ന നിലപാടായിരുന്നു ഇ.പി. ജയരാജനും പാർട്ടിക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിജിലൻസിന്റെ FIR പുറത്തു വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബന്ധുനിയമന വിവാദം CPM-ന്റെ നേതൃയോഗങ്ങളിൽ സജീവ ചർച്ചയാകില്ലേ? പാർട്ടി ഏത് നിലയ്ക്കുള്ള നടപടിയായിരിക്കും ഇ.പി. ജയരാജനെതിരെ സ്വീകരിക്കുക? ഗോപി, ബന്ധുനിയമന വിവാദം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ ചെയ്യില്ല എന്ന സൂചനയാണ് ഇന്ന് ഉച്ചവരെയുള്ള കേന്ദ്ര കമ്മിറ്റി യോഗം നമുക്ക് നൽകിയത്. കാരണം ഇത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ അജണ്ടയിൽ വന്നിട്ടില്ല. പകരം VS അച്യുതാനന്ദനും സംസ്ഥാന നേതൃത്വവും തമ്മിലുള്ള തർക്കം അന്വേഷിച്ച PB കമ്മീഷൻ റിപ്പോർട്ട് മാത്രമാണ് അജണ്ടയിൽ വന്നത്. അത് മറ്റന്നാളിലാണ് ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇ.പി. ജയരാജനും P.K. ശ്രീമതിയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇവർക്കെതിരെ ഉയർന്ന ബന്ധുനിയമന വിവാദം അടുത്ത കാലത്ത് പാർട്ടിയെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിലുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് അജണ്ടയിൽ അത് ഉൾപ്പെട്ടിരുന്നില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ മാറി പറഞ്ഞു. ഇ.പി. ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് ബന്ധുനിയമന കേസുമായി ബന്ധപ്പെട്ട് FIR സമർപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ബന്ധുനിയമന വിവാദം ഒരു ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമായ പശ്ചാത്തലം കേന്ദ്ര കമ്മിറ്റിക്ക് മുമ്പിൽ ഉരുത്തിരികയാണ്. കഴിഞ്ഞ ദിവസം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ക്യാമറയ്ക്ക് പുറത്ത് നമ്മോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഉന്നയിച്ചു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ്. ഏതായാലും വിജിലൻസ് കുറ്റപത്രം അല്ലെങ്കിൽ FIR സമർപ്പിക്കപ്പെട്ടതോടെ അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയാണ്. സ്വാഭാവികമായും ഏതെങ്കിലും ആൾ ഇത് കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. അതല്ല എങ്കിൽ കേന്ദ്ര നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇത് പരിശോധിക്കുമെന്നൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ നമുക്കിപ്പോഴും അത് സ്ഥിരീകരിക്കാനാവില്ല. കേന്ദ്ര കമ്മിറ്റി ഇത് പരിഗണിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോഴുമില്ല. എങ്കിൽ പോലും അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞിരിക്കുകയാണ്. ഇ.പി. ജയരാജൻ പുറത്ത് പോയി കഴിഞ്ഞ് അദ്ദേഹം ഈ വാർത്തയോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മാധ്യമപ്രവർത്തകർ ഒട്ടേറെ തവണ ചോദിച്ചിട്ടും അദ്ദേഹം യാതൊരു രീതിയിലും പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നൊരു ശരീരഭാഷയോടെയാണ് പുറത്തേക്ക് പോയത്. മറ്റു നേതാക്കളും പുറത്തു പോയി കഴിഞ്ഞു. എങ്കിലും നാളെ വീണ്ടും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നിൽ ഇ.പി. ജയരാജൻ വിഷയം ചർച്ച ചെയ്യേണ്ടി വരും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. K. സജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇ.പി. ജയരാജന് മേൽ പാർട്ടി നടപടി ഉണ്ടാകുമോ? ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ SR ശക്തിധരൻ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ എന്നോടൊപ്പമുണ്ട്. കോൺഗ്രസ് നേതാവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത്, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത്, അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റും നിയമവിദഗ്ധനുമായ അഡ്വക്കേറ്റ് M.R. രാജേന്ദ്രൻ നായർ കൊച്ചിയിൽ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ സത്യൻ മൊഗേരി ടെലിഫോൺ ലൈനിലും ഉണ്ടാകും. ശ്രീ SR ശക്തിധരൻ, അഴിമതി മുക്ത കേരളം എന്ന സുന്ദരമായ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഈ സർക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രചാരണത്തിന് മൂർച്ച കൂട്ടിയിരുന്നത്. അഴിമതി ആരോപണ വിധേയരായ ആരെയും പ്രോത്സാഹിപ്പിക്കുകയോ
അവരെ പിന്തുണയ്ക്കുകയോ അവരെ ജനപ്രതിനിധിയായി നിൽക്കാൻ അനുവദിക്കുകയോ ചെയ്യില്ല എന്ന പരാമർശങ്ങൾ പല സന്ദർഭങ്ങളിലായി CPM-ന്റെ നേതാക്കൾ അവരുടെ പ്രചാരണ യോഗങ്ങളിലും മറ്റും നടത്തിയിട്ടുണ്ട്. ഇവിടെ അഴിമതി ആരോപണ വിധേയനായി തുടക്കത്തിൽ തന്നെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട EP ജയരാജന് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് FIR ഇട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ ജയരാജനെതിരെ ഒരു പാർട്ടി നടപടി അനിവാര്യമല്ലേ? അദ്ദേഹത്തിന് MLA സ്ഥാനത്തിൽ തുടരാൻ, ഒരു ജനപ്രതിനിധിയായി തുടരാനുള്ള ധാർമ്മികമായ അവകാശമുണ്ടോ? എങ്ങനെയാണ് പാർട്ടി ഈ വിഷയത്തെ കാണുക? വളരെ വിപുലമായ അർത്ഥതലങ്ങൾ തേടിയുള്ളൊരു ചോദ്യമാണ് ഗോപികൃഷ്ണനോട് ചോദിച്ചിരിക്കുന്നത്. അതിന് ആ രീതിയിൽ മറുപടി പറയാൻ ഞാൻ പ്രാപ്തനല്ലെങ്കിലും സ്വാഭാവികമായും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ആരോപണങ്ങളോട് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം EP ജയരാജൻ തന്നെയായിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് ഒരു സ്വജനപക്ഷപാത നിയമനവും നടന്നിട്ടില്ല എന്നൊന്നും വിശ്വസിക്കുന്നവരല്ലല്ലോ നമ്മളാരും. എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരെയെല്ലാം എവിടെയെല്ലാം സ്വജനപക്ഷപാതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുമൊക്കെ ഇപ്പോൾ അന്വേഷണത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് കേട്ടത്. എന്ത് ആയിക്കോട്ടെ, ഏതായാലും ഇതെല്ലാം തെറ്റായ നടപടിക്രമങ്ങളാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെന്ന് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ഒരു പാർട്ടി. അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയല്ല CPIM. ഇന്ത്യയിൽ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഒരു നയപരമായ വ്യക്തത എന്ന് പറയുന്ന ആ കാര്യത്തിൽ അതിനെ പ്രോത്സാഹിപ്പിക്കലല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല. അതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. സ്വാഭാവികമായിട്ടും ഇവിടെ ഉയർന്നു വന്നൊരു ചോദ്യം, ഇത് അജണ്ടയിലില്ലായിരുന്നു എന്ന് പത്രങ്ങളിൽ വന്നതാണോ ഉണ്ടായോ ഇല്ലെന്നറിയില്ല. ഏതായാലും ഇനിയിപ്പോൾ അത് സജീവമായി വന്നിരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നമ്മൾ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ പത്രങ്ങളിലൊക്കെ ഇത് വലിയ പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും. അതുകൊണ്ട് അത് കണ്ണടച്ചു പോകാനായിട്ട് ഇപ്പോൾ ഇവിടെ ചേർന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റിക്ക് കഴിയില്ല. നമ്മുടെ പത്രക്കാരോട്ട് വിടുകയുമില്ല. പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്താതെ പോകാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ മറുപടിയിൽ ചില കാര്യങ്ങൾ ശ്രീ SR ശക്തിധരൻ താങ്കൾ പറഞ്ഞ മറുപടിയിൽ താങ്കൾ പറഞ്ഞു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള നിയമനങ്ങൾ, അവർ നടത്തിയിട്ടുള്ള അനധികൃതമായ ഇടപെടലുകൾ, അങ്ങനെയൊക്കെ ആരോപണം ആക്ഷേപം ഉയർന്നിട്ടുള്ള കാര്യങ്ങളിലൊക്കെ സമഗ്രമായ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ സർക്കാരിൻ്റെ കാലത്തെ ദുഷ്ചെയ്തികൾക്കെതിരെ അത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ സുതാര്യവും സത്യസന്ധവും അതുപോലെ തന്നെ നിഷ്പക്ഷ സമീപനവുമുള്ള ഒരു അഴിമതി വിമുക്ത കേരളം എന്ന വാഗ്ദാനമായിരുന്നല്ലോ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നത്. ആ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് EP ജയരാജനെതിരെ കടുത്ത നടപടി എടുക്കുക എന്നതല്ലേ പാർട്ടിയുടെ മുന്നിലുള്ള വഴി? അങ്ങനെയല്ലേ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നു എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടൊരു മാതൃകയാകേണ്ടത്? അതിലെന്താണ് താങ്കളുടെ അഭിപ്രായം? അല്ല, എൻ്റെ അഭിപ്രായം അങ്ങനെ അത് ഈ പറഞ്ഞ ആരോപണങ്ങൾ വിജിലൻസ് കോടതിയിൽ തെളിയിക്കപ്പെടുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണം നടക്കുകയാണല്ലോ, അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്തുനിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടൊന്നും പാർട്ടിക്ക് എന്തെങ്കിലും മൂല്യാധിഷ്ഠിതമായ എന്തെങ്കിലും ന്യായം പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിപ്പോൾ FIR ഇട്ടിട്ടില്ലേ ഉള്ളൂ. FIR ഇട്ട് അന്വേഷണം നടന്ന് ഇനി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ FIR ഇടുന്നതിന് മുൻപ് ഇത് മുക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നതെന്നാണ് ഇവിടെ പ്രചരണം നടന്നിരുന്നത്. കാരണം ത്വരിത അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ എന്തുകൊണ്ടാണ് വൈകുന്നത്, അവിടെ ചവിട്ടി പിടിക്കുകയാണെന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ വന്നു. എന്തായാലും ത്വരിതാന്വേഷണ റിപ്പോർട്ട് വന്നല്ലോ. ആ റിപ്പോർട്ടിൽ FIR കൊടുത്തു കഴിഞ്ഞു. FIR ഇട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അത് അന്വേഷിച്ച് അതിൽ കുറ്റക്കാരനാണ് ജയരാജൻ എന്ന് തെളിഞ്ഞാൽ അതിനാവശ്യമായ നടപടി പാർട്ടി എടുക്കും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, EP ജയരാജൻ ഉൾപ്പെട്ടിട്ടുള്ള ബന്ധു നിയമന വിവാദത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചിരുന്ന നിലപാട് വിജിലൻസ് ഇപ്പോൾ ഏകപക്ഷീയമായി ആണ് പെരുമാറുന്നത്. EP ജയരാജന്റെ ബന്ധുത്വ നിയമന വിവാദത്തിൽ ഒരു നടപടിയിലേക്കും വിജിലൻസ് പോകുന്നില്ല, അവിടെ വിജിലൻസ് മൗനം പാലിക്കുന്നു എന്നതായിരുന്നു. നിങ്ങളുടെ ആ ആക്ഷേപം ഇതോടുകൂടി ഇല്ലാതാകുന്നില്ലേ? ത്വരിതാന്വേഷണ റിപ്പോർട്ട് വരുന്നു. FIR-ൽ ഒന്നാം പ്രതിയാക്കി EP ജയരാജന്റെ പേര് വരുന്നു. FIR-ൽ പ്രതി ചേർക്കപ്പെട്ട ജയരാജനെ കുറിച്ചുള്ള അന്വേഷണം നടക്കാൻ പോകുന്നു. അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അർഹമായ നടപടിയെടുക്കും എന്ന് SR ശക്തിധരനെ പോലെയുള്ളവർ പറയുന്നു. ഇതിൽ തൃപ്തിയുണ്ടോ കോൺഗ്രസിന്? ഒരിക്കലും ഇതിനകത്തൊരു തൃപ്തി എങ്ങനെയാണ് ഉണ്ടാവുക? കോൺഗ്രസിനല്ല, ആർക്കും ഉണ്ടാകത്തില്ല. കാരണം
ഇവിടെ ശ്രീ ജയരാജൻ ചെയ്ത കുറ്റം വളരെ വ്യക്തമാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയായിരുന്നു. അപ്പോൾ മന്ത്രിമാരെല്ലാം ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേൽക്കുന്നത്. ആ ഭരണഘടനാ സത്യപ്രതിജ്ഞയിൽ തന്നെ പറയുന്നുണ്ട്, ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ വിഭാഗം ആളുകൾക്കും തുല്യ നീതി കൊടുക്കുമെന്നാണ് സത്യപ്രതിജ്ഞ. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘിച്ചാൽ അത് ഭരണഘടനാ ലംഘനമാണ്. സ്വജനപക്ഷപാതം നടത്തിയാൽ അത് അഴിമതിയാണ്. ഇവിടെ ജയരാജൻ നമുക്കറിയാം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിയമിച്ചുള്ള റിയാബ് നൽകിയ ശുപാർശകളെ മറികടന്നുകൊണ്ടാണ് റിയാബ് പറഞ്ഞിട്ടുള്ള യാതൊരു യോഗ്യതകളുമില്ലാത്ത, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ MBA വേണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വേണം, 10 വർഷക്കാലം പൊതുമേഖലാ സ്ഥാപനത്തിൽ പ്രവൃത്തി പരിചയം വേണം, അതിൽ 5 വർഷക്കാലം ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ മേധാവിയായിരിക്കണം. ഇതിലൊന്നിലും പെടാത്ത ശ്രീമതി ടീച്ചറുടെ മകനെ നിയമിച്ചത് വഴി അധികാര ദുർവിനിയോഗം നടത്തി. അത് അഴിമതിയാണ്. ആ അഴിമതി ഇപ്പോൾ കേസെടുത്തു, FIR ഇട്ട് കേസെടുത്ത് പറഞ്ഞ ഏതാണ്ട് ഔദാര്യം വിജിലൻസ് ചെയ്ത പോലെ. എപ്പോഴാണ് കേസെടുത്തത്? പരമാവധി 42 ദിവസം കഴിഞ്ഞിട്ട് കേസെടുക്കാൻ വന്നു. ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ കോടതി വിജിലൻസിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. എന്താ വിമർശനം? കോടതിയിൽ പോലീസിൽ പരാതി കൊടുത്ത് കേസെടുക്കാതെ വരുമ്പോൾ പലരും കോടതിയെ സമീപിക്കുന്നു. കോടതി ഓരോ കാര്യത്തിലും ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്ന ഒരു അവസരം വരുമ്പോൾ തിടുക്കപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ FIR എടുക്കുക. അപ്പൊ വിജിലന്റ് ആയത് കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ സ്വമേധയല്ല. ഇവിടെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ പ്രതിരോധിക്കാൻ പരമാവധി സമയം കൊടുത്തു വിജിലൻസ് ഡയറക്ടർ. പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട്. നമുക്കറിയാം, ലളിതകുമാരി വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഉത്തർപ്രദേശിൽ വളരെ വ്യക്തമായി പറയുന്നു, ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ട് എന്ന് ബോധ്യമായാൽ, രേഖാമൂലം അല്ല വാക്കാലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസെടുക്കണം. ശ്രീ ജയരാജന്റെ വിഷയത്തിൽ ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെന്ന് വളരെ ക്ലിയർ ആണ്. അത് ഇവിടെ വാക്കാലല്ല, രേഖാമൂലം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പരാതിയും കൊടുത്തു. പരാതി കൊടുത്തിട്ടും ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തിന്റെ ഇതിനെ പ്രതിരോധിക്കാൻ പരമാവധി സമയം അദ്ദേഹം അനുവദിച്ചു. അദ്ദേഹം സ്ഥലത്തില്ലാതെ മാറി നിന്നു. അവസാനം രഹസ്യമായി ശ്രീ പിണറായി വിജയനെ പോയി അതിരാവിലെ കണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അവസാനം കേസെടുക്കേണ്ടി വന്നത്. അപ്പോ വിജിലൻസിന്റെ ഡയറക്ടറിൽ കേരളത്തിലെ പൊതുജന സമൂഹത്തിനുണ്ടായിരുന്ന വിശ്വാസ്യത അദ്ദേഹത്തിന്റെ ഒളിച്ചുകളിയിലൂടെ, അദ്ദേഹത്തിന്റെ പക്ഷപാതപരമായ സമീപനത്തിലൂടെ, അദ്ദേഹം ഗവൺമെന്റിന്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്നു എന്ന് തെളിയിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്ന് കോടതി അസന്നിഗ്ധമായി പറഞ്ഞതോടുകൂടി, കോടതിയാണല്ലോ പറഞ്ഞത് വിജിലൻസ് ഡയറക്ടറുടെ നടപടിക്രമങ്ങൾ കോടതിക്ക് പോലും സംശയം ഉളവാക്കുന്നതാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ തയ്യാറായത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, ഒരു പരിധിവരെ തനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് ധാർമ്മിക മൂല്യങ്ങളുടെ പേരിൽ താൻ മന്ത്രിസ്ഥാനം ഒഴിയുകയാണ് എന്ന് പരസ്യമായി പ്രതികരിച്ച വ്യക്തിയാണ് EP ജയരാജൻ. ഇപ്പോൾ അദ്ദേഹത്തിനെ ഒന്നാം പ്രതിയാക്കി FIR ബന്ധുനിയമന വിവാദ കേസിൽ വിജിലൻസ് FIR ഇട്ടിരിക്കുന്നു. ഇതിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? FIR ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ അന്വേഷണം, ഔപചാരികമായ അന്വേഷണം ആരംഭിക്കണം. അന്വേഷണം ആരംഭിച്ച് അന്വേഷണം നിയമപരമായി പൂർത്തിയാക്കി. കാരണം അതിനകത്ത് സെർച്ചും സീസറും മറ്റ് സാക്ഷികളുടെ മൊഴിയെടുക്കലും രേഖകൾ പിടിച്ചെടുക്കലൊക്കെ ഉണ്ട്. എല്ലാ രേഖകൾ സഹിതം കുറ്റം തെളിഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടാൽ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കി നിയമാനുസൃതം വിചാരണ ചെയ്ത് ജയരാജൻ കുറ്റം ചെയ്തു എന്ന് കോടതിയിൽ തെളിയിക്കാൻ സാധിച്ചാൽ ജയരാജന് ശിക്ഷ കിട്ടും. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ഈ സ്വജനപക്ഷപാതം ഇതൊരു അഴിമതിയായി താങ്കൾ കാണുന്നുണ്ടല്ലോ. ഈ ഒന്നാം പ്രതിയാക്കപ്പെട്ട FIR ഇട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ EP ജയരാജനിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയക്കാർ ഇപ്പോൾ താരതമ്യേന വളരെ കുറവാണ് എന്നുള്ള അഭിപ്രായമാണ് അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിനുള്ളത്. അതിൻ്റെ കാരണം
ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു സംഭവ വികാസമൊന്നുമല്ല. ജയരാജനൊന്നുമില്ലേ മന്ത്രിസ്ഥാനം അദ്ദേഹം സ്വയമേവ പാർട്ടി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിർബന്ധിതനായി രാജിവെച്ചു. അത് വലിയ ചരിത്ര സംഭവമാണ്. ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? സ്വന്തക്കാരെ നിയമിച്ചു എന്നുള്ളതാണല്ലോ, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നിയമിച്ചു എന്നുള്ളതാണല്ലോ. ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും മുമ്പ് ചീഫ് വിപ്പും ഇപ്പോൾ മറ്റ് ചില ഭരണഘടനാ പദവികളൊക്കെ വഹിക്കുന്ന ആളുകളും 10, 25, 35 ആളുകളെ സ്വന്തം സ്റ്റാഫിലേക്ക് നിയമിക്കുന്നുണ്ടല്ലോ. അവർക്കെല്ലാം പെൻഷൻ കിട്ടുമല്ലോ, അവരെല്ലാം പബ്ലിക് സർവൻസ് ആണല്ലോ. ഇതേതെങ്കിലും നിയമം അനുസരിച്ചാണോ ചെയ്യുന്നത്? ഏതെങ്കിലും പൗരന് അവസര സമത്വം കൊടുത്തിട്ടാണോ ചെയ്യുന്നത്? ഇത് സമ്പൂർണ്ണമായ അഴിമതിയാണെന്ന് കാലാനുകാലമായിട്ട് അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഭരണപക്ഷത്തിനും ഇവിടെ മുമ്പ് അത് പ്രതിപക്ഷമായിരുന്നു, അപ്പോൾ അവർക്കില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനൊന്നും ഇതിനകത്തൊന്നും യാതൊരു താല്പര്യവുമില്ല. പിന്നെ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇപ്പം SR ശക്തിധരൻ അത് പറഞ്ഞു, രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഞാൻ രണ്ടുപേരോടും യോജിക്കുകയാണ്. ഇതൊക്കെ ധാർമ്മികത, അതിനപ്പുറത്ത് മനസ്സാക്ഷി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കള്ളക്കളികളൊക്കെ ഇവിടെ നടക്കും. യഥാർത്ഥത്തിൽ ഈ ആത്മാഭിമാനമുള്ളവർ, ധാർമ്മിക മൂല്യങ്ങളുള്ളവർ, മനസ്സാക്ഷിയുള്ളവർ ചെയ്യേണ്ടത് ഒരു കുറ്റാരോപണം വരുമ്പോൾ ആ കുറ്റാരോപണത്തിൽ എന്തെങ്കിലും ചെറിയ കഴമ്പുണ്ടെന്ന് അവരവർക്ക് തോന്നിയാൽ പൊതു സ്ഥലത്തുനിന്ന് പൊതുജനപ്രവർത്തകൻ എന്നുള്ള രംഗത്തുനിന്ന് മാറി നിന്നിട്ട് കുറ്റം തെളിയിക്കാതെ വരുമ്പോൾ മാത്രം തിരിച്ചു വരുന്നതാണ് ധാർമ്മികത. അതാണ് അഴിമതി വിരുദ്ധ ജനകീയ പ്രസ്ഥാനത്തിൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തിൽ വന്ന് അഴിമതി വിമുക്ത കേരളം സ്ഥാപിക്കാനാണ്. ആ പ്രകടനപത്രം ഇന്നും ഒന്നുകൂടെ വായിച്ചു നോക്കി. എല്ലാ മേഖലയിലും സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിജിലൻസിനെ സ്വതന്ത്രമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള ലോക ആയുക്ത നിയമം ഭേദഗതി ചെയ്ത് ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്തു കാണുന്നില്ല. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുമെന്ന് പ്രകടന പത്രികയിൽ 65-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. കമ്മീഷനെ 3 മാസം പോയിട്ട് 7 മാസമായി. കമ്മീഷൻ നിയമിച്ച് കാണുന്നില്ല. പിന്നല്ലേ റിപ്പോർട്ട് 3 മാസത്തിനകം മതി. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യസന്നദ്ധത താൻ അറിയിക്കുകയായിരുന്നുവെന്ന് EP ജയരാജൻ പരസ്യമായി പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് മേൽ രാജിവെക്കാൻ വേണ്ടിയുള്ള കനത്ത സമ്മർദ്ദം ആ ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്നുണ്ടായിരുന്നതായി താങ്കൾക്കറിയാമല്ലോ. പിന്നീട് തന്നെയും PK ശ്രീമതിയും ഉൾപ്പെടെയുള്ളവരെ പാർട്ടി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഒരു വൈകാരികമായ വിഷമസന്ധി EP ജയരാജൻ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പല സന്ദർഭങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയതും ഈ കാരണത്താലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളുടെ ഇടയിൽ ബന്ധുനിയമന വിവാദം ചർച്ചയാകില്ല എന്നെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോഴും അത്തരമൊരു പൊതുനില നിലനിന്നപ്പോഴും EP ജയരാജനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് FIR ഉണ്ടാക്കുകയും ഇവിടെ ഈ ബന്ധുനിയമന വിവാദത്തിൽ അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമുള്ള അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ കുരുക്ക് കൂടുതൽ മുറുകാനല്ലേ സാധ്യത? പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഇനി അത് ചർച്ച ചെയ്യാതെ മാറ്റിവെക്കാൻ കഴിയുമോ? CPM-നെ സംബന്ധിച്ച് EP ജയരാജന് മേൽ പാർട്ടി തലത്തിൽ നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിട്ടില്ലേ? ഗോപി, തീർച്ചയായിട്ടും ഇത് EP ജയരാജൻ വിഷയം, പ്രത്യേകിച്ച് വിജിലൻസ് ഇന്ന് കോടതിയിൽ കൊടുത്ത FIR അത് ശരിക്കും വെട്ടിലാക്കിയിരിക്കുന്നത് CPM നേതൃത്വത്തെയാണ്. കാരണം ഇപ്പോൾ CPM-ൻ്റെ CC യോഗം തിരുവനന്തപുരത്ത് തുടങ്ങിയ ദിവസം തന്നെ വിജിലൻസ് അതിന് തന്നെ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും അതിനകത്ത് ഇവരെല്ലാം കേരളത്തിൽ താമസിക്കുന്ന നമ്മുടെ രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്ന, ഇവിടുത്തെ രാഷ്ട്രീയ ദിവസവും നടക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ. ആ ഉദ്യോഗസ്ഥന്മാർ ഈ ദിവസം തന്നെ 89-ാം ദിവസം വിജിലൻസ് റിപ്പോർട്ട് FIR ഫയൽ ചെയ്യുമ്പോൾ അത് CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുമ്പോൾ ആ ദിവസം തന്നെ എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അത് CPM-നെ വളരെ ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രഥമ ദൃഷ്ടിയാണ്. പക്ഷേ ഇതിനകത്ത് 2 വശമുണ്ട് ഗോപി. ഒന്ന്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ പേരിൽ, ധാർമ്മിക മൂല്യങ്ങളുടെ പേരിൽ രാജിവെച്ച സ്ഥാനമൊഴിഞ്ഞ ആളാണ് EP ജയരാജൻ. നമുക്കറിയാമല്ലോ, EP ജയരാജൻ കേരളത്തിലെ CPM-ൻ്റെ പ്രമുഖനായ നേതാവാണ്. കണ്ണൂർ ആ പ്രദേശം അടക്കി അരുളുന്ന
ഒരു പാർട്ടിക്കകത്ത് അടയ്ക്കുവാൻ അരുളുന്ന ഒരു നേതാവാണ്. വലിയൊരു ശക്തനായ കരുത്തനായ നേതാവ്, മുഖ്യമന്ത്രിയുടെ അടുത്തയാൾ, മുഖ്യമന്ത്രി 2ാം സ്ഥാനക്കാരനായി വെച്ചിരുന്ന ഇ പി ജയരാജൻ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം വ്യവസായ മന്ത്രിസ്ഥാനം, മന്ത്രിസഭയിലെ തന്നെ CPM-ൻ്റെ 2ാം സ്ഥാനക്കാരൻ ആ സ്ഥാനം ഏറ്റെടുത്തത്. അങ്ങനെ ഒരു സ്ഥാനം വെച്ചൊഴിയുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയ ശിക്ഷയാണ്. ഇ പി ജയരാജന് കേരളത്തിലെ ഒരു CPM, ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. ആ ശിക്ഷ ഏറ്റുവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ CPM പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരു മന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ക്ഷീണമാണ്. അങ്ങനെ ഗവൺമെൻറ്റും ആ ഒരു ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇതിപ്പോൾ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ, അഴിമതി നിരോധന നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ വിജിലൻസ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗതി എന്താവുമെന്ന് നമുക്ക് ഇപ്പം പ്രവചിക്കാനാവില്ല. അത് പല അർത്ഥതലങ്ങൾ ആ കേസിനുണ്ട്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ വിജിലൻസ് കോടതിയിൽ നൽകിയിട്ടുള്ള ദുരിതാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് കൂടുതൽ രേഖകൾ ഇത് സംബന്ധിച്ച് ശേഖരിച്ചു കഴിഞ്ഞുവെന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ പി ജയരാജനെതിരെ കേസ് എടുക്കുന്നതെന്നുമാണ് വിജിലൻസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ കേസ് താങ്കൾ പറയുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അതിലേതെങ്കിലും തരത്തിലുള്ളൊരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്നല്ലേ അർത്ഥം? അതെ, തീർച്ചയായിട്ടും. ഇനി ഈ കേസിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് പറയാനാവില്ല. അതിന് നിയമത്തിൻ്റെ വഴിയുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ വഴിയുണ്ട്. രാഷ്ട്രീയം പ്രധാനമാണ്. ഇവിടെ അതിനകത്ത് വേറൊരു രാഷ്ട്രീയം കൂടി ഞാൻ പറയാം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ വിജിലൻസ് കോടതി കർശനമായ താക്കീത് കൊടുത്തത് കഴിഞ്ഞ ദിവസമാണ്. കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ആ താക്കീതിൻ്റെ പശ്ചാത്തലം കൂടി നോക്കിയാവണമല്ലോ വിജിലൻസ് ഡയറക്ടർ തിരക്കിട്ട് ഗവൺമെൻറ്റിലെ CPM-ൻ്റെ ഒരു നേതാവിനെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ അല്ല, കെ ബാബുവിൻ്റെയോ ഉദ്യോഗസ്ഥന്മാരുടെയോ ഒന്നും കേസല്ല. ഇത് ഇ പി ജയരാജൻ്റെ എതിരായിട്ടുള്ള കേസാണ്. അപ്പോൾ വിജിലൻസിന് കോടതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. വിജിലൻസ് ഡയറക്ടർക്ക് കോടതിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണം. ഞാൻ അങ്ങനെയൊന്നും ഉള്ള ആളല്ല, ഞാനിതാ നിൽക്കുന്നു, ശക്തനായി നിൽക്കുന്നു എന്ന് ജേക്കബ് തോമസിനെ കാണിച്ചു കൊടുക്കണം. അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. പക്ഷേ അവിടെ പ്രതിക്കൂട്ടിലായത് CPM-ആണ്. CPM-ന് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. തൽക്കാലം വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ ഒന്നും ചെയ്യാനാവാത്ത വിധം വെട്ടിലായിരിക്കുന്നു CPM നേതൃത്വവും ഗവൺമെൻറ്റും എന്ന കാര്യം. ഞാൻ വരാം. ശ്രീ SR ശക്തിധരൻ, ഈ തരത്തിൽ ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് തന്നെ പറഞ്ഞതുപോലെ ഈ തരത്തിലെല്ലാമുള്ള ചില ന്യായീകരണങ്ങൾ നമുക്ക് മറുഭാഗത്ത് കാണാൻ കഴിയുമെങ്കിലും ബന്ധു നിയമന വിവാദത്തിൻ്റെ കാര്യത്തിൽ ഇ പി ജയരാജനെതിരെ ജീവനുള്ള തെളിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന നിലയ്ക്കാണല്ലോ ഈ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും അതിന് പിന്നിൽ ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നതിനുള്ള രേഖകളുണ്ടെന്നും കൃത്യമായ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കണമെന്ന നിലപാട് വിജിലൻസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നെല്ലാം കോടതിയിൽ പറയുമ്പോൾ ഈ കേസ് അത്ര പെട്ടെന്ന് അദ്ദേഹം നിരപരാധിയെന്നോ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കല്ല പോകുന്നതെന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാകുന്നതല്ലേ. ഇവിടെ പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരില്ലേ എന്നതാണ് എൻ്റെ സംശയം. ഇ പി ജയരാജൻ പറഞ്ഞു, നേരത്തെ ആരോപണ വിധേയനായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ധാർമ്മിക മൂല്യങ്ങളുടെ പേരിൽ ഞാൻ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം FIR-ൽ 1-ാം പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. അവിടെ അദ്ദേഹത്തിന് ജനപ്രതിനിധിയായി തുടരാൻ കഴിയുമോ? പാർട്ടിക്കകത്ത് അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് വിധേയനാകേണ്ട സാഹചര്യം ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയല്ലേ? അല്ല, ഈ ചോദ്യം തന്നെയാണ് നേരത്തെയും ഗോപികൃഷ്ണനോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ FIR ഇട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ FIR ഇടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വഹിച്ചിരുന്ന ഔദ്യോഗിക പദവി അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ കേസ് നടത്തിക്കൊണ്ടു ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ വിജിലൻസ് അവരുടെ FIR ഇട്ടു കോടതിയുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന മറ്റേ വിശദീകരണത്തിൽ ഗോപികൃഷ്ണൻ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള കടുപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി കിട്ടിയിട്ടുണ്ടാകും, വായിച്ചിട്ടായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതിന് തെളിയിക്കപ്പെടേണ്ടേ? അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു മന്ത്രിയാണ്. ഇപ്പോൾ ഇവിടെ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ CPM-ലെ ശക്തനായ നേതാവാണ്, മറ്റേ ക്യാബിനറ്റിൽ 2-ാം സ്ഥാനക്കാരനായിരുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയ ആളാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അന്വേഷണം നടത്തി അതിൻ്റേതായിട്ട് എല്ലാ തെളിവുകളും വേണ്ടത്ര സമഗ്രമായി ശേഖരിക്കാതെ ധൃതി പിടിച്ചൊരു ദ്രുത റിപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ വാശി പിടിച്ച ആളുകളാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നത്. എന്തായാലും ശരി, അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു, അത് കൊടുത്തിട്ടുണ്ട്. ആ FIR-ൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ അത് എന്താണ് അതിന് ഉള്ള ശിക്ഷ എന്ന് വെച്ചാൽ
അത് വാങ്ങാനും അത് അംഗീകരിക്കാനും പാർട്ടി തയ്യാറാകുമെന്ന് മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാൻ പറ്റൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ബന്ധുനിയമന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണം എന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്താണ് അതിന്റെ അടിസ്ഥാനം നിങ്ങളുടെ ആവശ്യത്തിന്റെ? ഗോപികൃഷ്ണൻ, അതിന് രണ്ട് കാര്യമുണ്ട്. കാരണം ഈ വിവാദം ഉയർന്നു വന്നപ്പോൾ ശ്രീമതി ടീച്ചർ പരസ്യമായിട്ടൊരു കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇത് പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ടാണ് നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. തൻ്റെ മകൻ്റെ ഭാര്യയെ താൻ മന്ത്രിയായിരുന്നപ്പോൾ നിയമിച്ചതും പാർട്ടി അറിഞ്ഞിട്ടാണ്. അപ്പോൾ പാർട്ടി അറിഞ്ഞിട്ടാണ് നിയമനം നടത്തിയത്, പാർട്ടിയുടെ പെർമിഷൻ വാങ്ങിച്ചാണ് നിയമനം നടത്തിയത്. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇന്ന് മുഖ്യമന്ത്രി. അപ്പോൾ സ്വാഭാവികമായി പാർട്ടി സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് തൻ്റെ മകൻ്റെ ഭാര്യയെ തൻ്റെ സ്റ്റാഫിൽ നിയമിച്ചത്. അത് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് വിവാദമായത്. പക്ഷേ അനുവാദം വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രസ്താവന ഫേസ്ബുക്കിൽ അവർ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് പിന്നെ ഒരു വ്യംഗ്യാർത്ഥം കൂടിയുണ്ട്. കാരണം ഇതും ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ആലോചിച്ച് തന്നെയാണ് ഇക്കാര്യത്തിലും തൻ്റെ മകൻ്റെ കാര്യത്തിലും തീരുമാനമെടുത്തത്. മാത്രമല്ല, ജയരാജൻ്റെ വർത്തമാനത്തിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാലും ഇത് പിന്നെ കമ്മിറ്റികളിലൊക്കെ ആലോചിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടെ നമുക്കറിയാം ഇതിലെ 3ാം പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ നിയമനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫയൽ മുഖ്യമന്ത്രി കാണണം എന്നെഴുതിയിരുന്നു. അപ്പോൾ ഒന്നുകിൽ ഇത് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണിക്കാതെ ഇത്. അപ്പോൾ അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ട്. മുഖ്യമന്ത്രി കാണണം എന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി എഴുതിയൊരു ഫയൽ മുഖ്യമന്ത്രിയെ കാണിച്ചില്ലെങ്കിൽ അതിനകത്തൊരു കോൺസ്പിറസി ഉണ്ടല്ലോ. ആരാണ് ആ കോൺസ്പിറസി നേതൃത്വം കൊടുത്തതെന്ന് അറിയണ്ടേ? 2, മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ നിയമനം നടന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് കൂടി അന്വേഷിക്കണം. ഇനി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മീഡിയ വൺ, ആ മീഡിയ വണ്ണിന്റെ പഴയകാല ക്ലിപ്പിംഗ് എടുത്ത് പരിശോധിച്ചാൽ ശ്രീ KM മാണിക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നു വന്നപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ്. ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നാൽ ആ അഴിമതി ആരോപണം ഉയർന്നു വരുന്ന ആള് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണത്തെ നേരിടുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ആരോപണ വിധേയൻ ആ സ്ഥാനം രാജിവെക്കേണ്ടത് ധാർമ്മികയുടെ പ്രശ്നമാണ്. ഇവിടെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉയർന്നു വന്നാൽ FIR ഇട്ട് കേസെടുക്കണമെങ്കിൽ അതിൽ അടിസ്ഥാനം വേണം, തെളിവുകൾ വേണം. ഇവിടെ ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി. ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷമാണ് ഇവിടെ ഇപ്പോൾ FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പോ ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ നടന്ന അന്വേഷണത്തിൽ ശക്തമായ തെളിവുകൾ കിട്ടിയിരിക്കുന്നു. ആ തെളിവുകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ കേസെടുത്തിരിക്കുന്നത്, FIR ഇട്ട് കേസെടുത്തിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ മന്ത്രിയുടെ പേരിൽ, മുൻ മന്ത്രിയുടെ പേരിൽ കുറ്റം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നടന്നാൽ മാത്രം മതി. അപ്പോൾ വളരെ ക്ലിയർ ആയി എവിഡൻസ് ഉള്ള ഒരു കേസാണ് ഈ കേസ്. ഇതിനകത്ത് കഴിഞ്ഞ കുറെ നാളായി പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ചകൾ, അത് പുറത്തു വരുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ അറിവ് കൂടി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ട് തന്നെയാണ് ജയരാജൻ ഈ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരു നിയമനമല്ലല്ലോ, നിരവധി നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല, മെഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു അവരും 2 MPമാരെ നിയമിച്ചു, കശുവണ്ടി വികസന കോർപ്പറേഷനിലും കാപ്പക്സിലും. അതും റിയാബിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അവരും പറഞ്ഞു ആലോചിക്കേണ്ടവരോട് ആലോചിച്ച് തന്നെയാണ് ഈ നിയമനം നടത്തിയത്. ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ട ഒരേ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോ റിയാബിനെ മറികടന്നുകൊണ്ട് നടന്നിരിക്കുന്ന നിയമനങ്ങൾ. ഇപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ MDമാരെ നിയമിച്ചത് അഴിമതിക്ക് വേണ്ടിയാണ്. ഇപ്പൊ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ മന്ത്രിയും MDയും അവരുടെ ഭർത്താവും എല്ലാം അഴിമതി കേസിൽ അന്വേഷണം നേരിടാൻ പോവുകയാണ്. അന്ന് അവരെ നിയമിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് അഴിമതിക്കാരാണ്, ഇവരെ വെക്കരുത്, കാഷ്വൽ വെക്കരുത്, ക്യാപിറ്റൽ വെക്കരുത്, ഇവരുടെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ്. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അഴിമതി മുക്ത കേരളം എന്ന മുദ്രാവാക്യം CPM മുന്നോട്ട് വെച്ചപ്പോൾ, പിന്നീട് വലിയ ജനപിന്തുണയോടുകൂടി ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അന്ന് CPIയുടെ ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത് ഏത് തരത്തിലുള്ള നിയമനങ്ങൾ നടത്തുമ്പോഴും അത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം നടത്തിയാൽ മതി എന്ന തീരുമാനം ഈ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ സ്വീകരിച്ചിട്ടുള്ളതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ബന്ധുത്വ നിയമന വിവാദത്തിൽ EP ജയരാജനെ 1ാം പ്രതിയാക്കി വിജിലൻസ് FIR ഇടുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഉത്തരവാദിത്വം
മുഖ്യമന്ത്രിക്ക് കൂടി ഉള്ളതല്ലേ? രണ്ട്, താങ്കൾ പറഞ്ഞതുപോലെ അഴിമതി മുക്ത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചപ്പോൾ അങ്ങനെ ഒരു ശുദ്ധീകരണ ക്രിയ നടത്തുന്നതിന് വേണ്ടിയുള്ള ചില അടിസ്ഥാന നടപടികൾ ഏത് നിലയ്ക്ക് അത് മുന്നോട്ട് പോകുമെന്ന കാര്യങ്ങളിൽ ചില വിശദീകരണം CPM നൽകിയിരുന്നു. വിജിലൻസിനെ സ്വതന്ത്രമാക്കുന്നത് ഉൾപ്പെടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മുഴുവനായി പഠിക്കുക, എല്ലാ തരത്തിലുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് പോവുക, ഇത്തരം കാര്യങ്ങളിൽ ഈ സർക്കാരിന് ആത്മാർത്ഥമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് താങ്കൾ വിലയിരുത്തുന്നു? എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഈ കേസിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം അന്വേഷണത്തിൽ തെളിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പം തന്നെ അത് ലക്ഷ്യമാക്കി അന്വേഷണം നടത്തണം എന്നൊന്നും നിർബന്ധമില്ല. കാരണം ഒരു കേസിൽ ഒരാളിനെതിരെ ഒരു കുറ്റം ആരോപിച്ച് അന്വേഷണം നടത്തുന്ന മധ്യേ മറ്റുള്ളവർക്കും ആ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞാൽ അവരെ പ്രതിസ്ഥാനത്ത് ചേർത്ത് തുടരന്വേഷണം നടത്തി കോടതി റിപ്പോർട്ട് കൊടുത്ത് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന കാര്യമുള്ളത്, ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രി ഒരു ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മന്ത്രിയുടെ മാത്രം കുറ്റമായിട്ട് ചിലപ്പോൾ അത് അവസാനിക്കില്ല. ഈ മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരുപക്ഷെ കോടതിയിൽ കൂട്ടുത്തരവാദിത്വം കാണിക്കേണ്ട, അല്ലെങ്കിൽ പോലീസിൻ്റെ മുമ്പാകെ കൂട്ടുത്തരവാദിത്വം കാണിക്കേണ്ട എങ്കിലും നിയമസഭയ്ക്ക് മുമ്പിൽ കൂട്ടുത്തരവാദിത്വം പ്രദർശിപ്പിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് മന്ത്രിസഭ. മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പ്രവർത്തനരാഹിത്യത്തിന്, നിയമരാഹിത്യത്തിന് മൊത്തം മന്ത്രിസഭയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനാ തത്വം. പക്ഷേ അതൊന്നും ഇവിടെ ആരും പാലിക്കുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും മന്ത്രിസഭ നിലനിൽക്കുമോ? എത്രയോ മന്ത്രിമാർ ഏതെല്ലാം മന്ത്രിസഭയിൽ നിന്ന് കുറ്റവാളികളായിട്ട് പുറത്തു പോയി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒക്കെ ശിക്ഷ വാങ്ങിക്കുകയും അന്വേഷണം നേരിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം ഒന്നും ധാർമ്മികത, അത്രത്തോളം ഒന്നും ഭരണഘടനാ ബാധ്യത ഒരു രാഷ്ട്രീയക്കാരനും ഇന്ത്യയിൽ ഇന്ന് വരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഞങ്ങൾക്കൊക്കെ ആ അഭിപ്രായമുണ്ട്, അങ്ങനെ വേണം, സംശുദ്ധമായിരിക്കണം. അവിടെയാണല്ലോ പറഞ്ഞത് കോടതി ഒരിക്കൽ, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ തത്വം എന്താണെന്ന് വെച്ചാൽ, ഒരുവിധ സംശയങ്ങളും ഭരണാധികാരത്തിൽ ജനാധിപത്യ ക്രമപ്രകാരം വോട്ട് തേടി വരുന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല. അതിനൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ തവണത്തെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അതിന് നല്ല നിലയിലുള്ള പ്രതികരണവും നടപടികളും ഉണ്ടാകും എന്ന് തന്നെ ഇപ്പോഴും നല്ല വിഭാഗം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ, ഇവിടെ ബന്ധുനിയമന വിവാദത്തിന്റെ കാര്യത്തിൽ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ശക്തമായ ഒരു വിമർശനത്തെ തുടർന്നാണല്ലോ ഇപ്പോൾ വിജിലൻസ് ത്വരിത പരിശോധനാ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ സർക്കാരിൽപ്പെട്ട, അല്ലെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിലെ ഉന്നതനെതിരെ നടപടിയെടുക്കുന്നതിന്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് കോടതി വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെളിയിക്കേണ്ട ബാധ്യത വിജിലൻസ് ഡയറക്ടർക്ക് മേൽ വന്നു വീണതുകൊണ്ടാണോ ഈ തരത്തിലൊരു നടപടിയുമായി വിജിലൻസ് മുന്നോട്ട് പോയത്? നേരത്തെ ശ്രീ ജേക്കബ് ജോർജൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ വിജിലൻസ് ഡയറക്ടർ ആ തരത്തിൽ നടപടികൾ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ നീട്ടിക്കൊണ്ടു പോകുന്ന ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കുന്ന ആളിൻ്റെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ആ വിശ്വാസം ഞാൻ തുടരുകയും ചെയ്യും. അല്ല, അങ്ങനെയാണെങ്കിൽ മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും എതിരായ പരാതിയിൽ വിജിലൻസ് അന്വേഷണം എന്തുകൊണ്ട് ഇത്ര വൈകുന്നു എന്ന നിശിതമായ ഒരു വിമർശനം കോടതിയിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ സർ? കോടതികൾ അങ്ങനെ വിമർശിക്കുന്നതും സ്വാഭാവികമാണ്. കോടതിയിൽ വക്കീലന്മാർ ഞങ്ങൾ വാദിക്കുമ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായെന്ന് വാദിക്കും, കോടതികൾ പരാമർശിക്കും. അതൊന്നും വിജിലൻസ് ഡയറക്ടറുടെ പേരിൽ കോടതി ഒരു കുറ്റം കണ്ടുപിടിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു എന്നർത്ഥമില്ല. കോടതി നടപടികളിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് വരുന്ന വീഴ്ചകൾ, കാലതാമസമൊക്കെ വിമർശനം വിധേയമാകാറുണ്ട്. അത് ഓപ്പോസിറ്റ് വക്കീൽ കോടതിയിൽ അത് വാദിച്ച് വിമർശിക്കും, ജഡ്ജി അപ്പോൾ അത് ഏറ്റുപറയും. അങ്ങനെയുള്ള വിമർശനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ എന്തെങ്കിലും ചെറിയ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്ന സ്വഭാവം എതിർഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥന്മാർ കാണിക്കും. ഇപ്പോൾ തന്നെ കോടതി വിമർശിച്ചതുകൊണ്ടാണ് വിജിലൻസ് ഡയറക്ടർ വേഗത്തിൽ
FIR ഇട്ട് അന്വേഷണം നടത്തിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കോടതി വിമർശനത്തിന് പ്രയോജനം ഉണ്ടായെന്നല്ലേ? കോടതി വിമർശനം വന്ന ഉടനെ എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് സന്യസിക്കാൻ പോകണമെന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും പ്രവർത്തിക്കണ്ടേ? അതുകൊണ്ട് അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ ഈ വിജിലൻസ് ഡയറക്ടർക്കും മറ്റും ഒരു തരത്തിലും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്ന് വിജിലൻസ് ഡയറക്ടറെ മാറ്റി വേറെ വിജിലൻസ് ഡയറക്ടറെ വെച്ചൊക്കെ ചെയ്തവരൊക്കെ ആക്ഷേപം പറയുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാര്യങ്ങൾ പോട്ടെ, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ കാര്യം, എനിക്കതിനകത്തൊന്നും യാതൊരു അഭിപ്രായവുമില്ല. താരതമ്യേന ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ ഇതുവരെ ഞങ്ങളുടെ അനുഭവത്തിൽ അഴിമതി വിരുദ്ധ നിലപാട് ശക്തമായിട്ടെടുത്തിട്ടുണ്ട്. നിലപാടുകളെടുക്കാൻ ധാരാളം അദ്ദേഹത്തിന് വിജിലൻസിനകത്ത് വേണ്ടത്ര സ്റ്റാഫില്ല, വേണ്ടത്ര സൗകര്യങ്ങളില്ല, ഒരുപാട് പരാധീനതകൾ ഉണ്ടായിട്ടും അതെല്ലാം വെച്ചിട്ട് ജനകീയ പങ്കാളിത്തത്തോടു കൂടി അഴിമതി മുക്തമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളെയും കൊണ്ട് വിളിച്ച് മീറ്റിംഗ് നടത്തിയിരുന്നു. മീറ്റിംഗ് നടത്തിയിട്ട് പല വില്ലേജ് ഓഫീസുകളിലും പല താലൂക്ക് ഓഫീസിലും പല ഓഫീസുകളിലുമൊക്കെ കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർക്കാൻ വേണ്ടി വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളോടൊപ്പം അയച്ച് ഇരുത്തി അദാലത്തുകൾ നടത്തി പ്രശ്നത്തിന് പരിഹാരം കാണുന്നു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് എന്ന് നിയമമുണ്ട്, പക്ഷേ അവിടെ പ്രിവെൻഷന് വകുപ്പില്ല. അതേസമയത്ത് ഈ വിജിലൻസ് ഡയറക്ടർ മുൻകൈ എടുത്ത് NGOസിനെ വിളിച്ചുകൂട്ടി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ, അതായത് കറപ്ഷൻ ഇല്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് ഒരുപാട് ജനങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതാ തിരിച്ചു വരുന്നു, ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ, മറ്റതിഥികൾ. ശ്രീ ജേക്കബ് ജോർജ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ടോം ജോസിനെ വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. തോട്ടണ്ടി ഇറക്കുമതി കേസിൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ സ്വമേധയാ വിജിലൻസ് അന്വേഷണം നടത്തുന്നു. ബന്ധുത്വ നിയമന വിവാദത്തിൽ EP ജയരാജനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസിന്റെ FIR വന്നിരിക്കുന്നു. ഈ സർക്കാരിനും ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPM എന്ന പാർട്ടിക്കും അഴിമതിരഹിത നിലപാടിൽ അവരുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ കുറെ കൂടി കർക്കശമായ ഒരു ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയല്ലേ? താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിയെ സംബന്ധിച്ച് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങളല്ലേ ഇതൊക്കെ? പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ CPM ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ അത് സാധാരണഗതിക്ക് അത്ര അഴിമതിക്കാരുടെ ഒരു ഭരണമാണെന്ന് കേരള സമൂഹം അങ്ങനെ വിലയിരുത്തിയിട്ടില്ല താരതമ്യേന. അത് മുമ്പ് നമ്മുടെ ചരിത്രം നോക്കിയാൽ ഈ ഗവൺമെൻറ്റും JK തോമസിനെ DGP ഡയറക്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് സതുദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇവിടെ എൻ്റെ ഗവൺമെൻറ്റിൽ അഴിമതി ഉണ്ടാവരുത് എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കതിനകത്ത് ഉദ്ദേശിച്ച ശുദ്ധിയിലൊന്നും യാതൊരു സംശയമില്ല. ഇപ്പോഴത്തെ കാണുന്ന ഒന്നും അത്ര പെട്ടെന്ന് പ്രകടമായി ഗവൺമെൻറ്റിനെ ബാധിക്കുമെന്നോ ഗവൺമെൻറ് സെൽപ്പേരിനെ ബാധിക്കുമോ എന്നെനിക്ക് തോന്നുന്നില്ല. അതേസമയം CPMനെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. പക്ഷേ ഇവിടെ EP ജയരാജൻ്റെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഗവൺമെൻറ് ശക്തമായൊരു നിലപാടെടുത്തു. ആ നിലപാടെടുത്തത് ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയ്ക്ക് വളരെയധികം നന്നായ രീതിയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർശനമായിട്ട് തൻ്റെ സ്വന്തം ഇഷ്ടക്കാരനായ EP ജയരാജനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതുതന്നെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള സൂക്ഷ്മമായ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ EP ജയരാജൻ എന്ത് ചെയ്യും എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് വലിയൊരു ചോദ്യം തന്നെയാണ്. EP ജയരാജൻ എന്ത് ചെയ്യും? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായുള്ള ഭാവി എന്തായിരിക്കും? ഏതായാലും മണി മന്ത്രിസഭയിൽ എത്തിയോടുകൂടി EP ജയരാജന് തിരിച്ചു വരവില്ല എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇനി അദ്ദേഹം കേസിൽ കുടുങ്ങുക കൂടി ചെയ്യുകയാണ്. കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സ്വന്തം പാർട്ടി ഭരിക്കുമ്പോൾ വിജിലൻസ് കേസിൽ കുടുങ്ങുക എന്ന് പറയുന്നത് അത് പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യും? അതിൻ്റെ രാഷ്ട്രീയം CPMൻ്റെ അകത്തെങ്ങനെയാണ് ഉണ്ടാവുക? അതിലുണ്ടാകുന്ന ഉൾപ്പിരിവുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. ഒരു കാര്യം കൂടെ ഉണ്ട് ഗോപികൃഷ്ണൻ, ഇത് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഭരണത്തിൻ്റെ കാര്യം. UDFൻ്റെ കാലത്ത് നടന്ന ഇതുപോലെയുള്ള ബന്ധു നിയമനങ്ങൾ വിജിലൻസിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. അതും കേസ് ഇപ്പോൾ വരാൻ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ EP ജയരാജൻ്റെ കാര്യത്തിൽ ഇത്ര കർശനമായാണ് ഈ നിലപാടാണ് വിജിലൻസ് എടുക്കുന്നതെങ്കിൽ UDFൻ്റെ കാലത്ത് നടന്ന ബന്ധു നിയമനങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. SR ശക്തിധരൻ, താങ്കളുടെ മറുപടി. അല്ല, അതുതന്നെയാണ് നമ്മുടെ രാജ്യത്ത് വിജിലൻസ് ഇപ്പോൾ ഉണ്ടായ പൊട്ടിമുളച്ചൊരു സ്ഥാപനമൊന്നുമല്ല.
കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എത്ര വിജിലൻസ് കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരൊറ്റ കേസിൽ പോലും ഒരു ത്വരിതാന്വേഷണം പോലും നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ആളുകളല്ല മുൻ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ഭരണാധികാരികൾ. അവരാണ് ഇപ്പോൾ നിന്നുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വിമർശനം. ഇപ്പം ഇത്രയും ഈ 7 മാസത്തിനിടയ്ക്ക് ഇത്രയും കേസുകളിൽ വളരെ സജീവമായി വിജിലൻസ് ഇടപെടുന്നു എന്നുള്ളത് തന്നെ വിജിലൻസ് കൂട്ടിലടച്ച തത്തയില്ല എന്നുള്ളതിന് വളരെ പ്രകടമായ തെളിവാണ്. ആരോടെങ്കിലും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിജിലൻസിൻ്റെ എത്രയോ റിപ്പോർട്ടുകൾ ആ വിജിലൻസ് സ്ഥാപനത്തെ തന്നെ ഭീഷണിപ്പെടുത്തി മാറ്റിയിട്ടുണ്ട്. ഒരു ജഡ്ജിയെ രാജിവെപ്പിച്ച് വിട്ടവരാണ് ഇവർ. ഇപ്പോൾ ഇവിടെ ഏറ്റവും അടുത്ത തിരുവനന്തപുരത്ത് ടൈറ്റാനിയത്തിലെ കേസ് എത്രയോ കാലമായി. എന്തെങ്കിലും നടപടി എടുക്കാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അതൊക്കെ നടത്തിയിട്ട് പറയേണ്ട ആളുകളാണ് ഇവർ. അതല്ല, ഇപ്പോൾ ഈ 7 മാസമായ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് വളരെ ശക്തമായി തന്നെയാണ് അഴിമതിക്കെതിരായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് അതിര് കിടന്നിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മെസ്സേജും ഒരു മന്ത്രിക്കും അനുകൂലമായി കൊടുക്കാൻ തയ്യാറുള്ളൊരു ഗവൺമെൻറ് അല്ല ഇത് എന്നുള്ളത് തന്നെയാണ് 2 മന്ത്രിമാരുടെ പേരിൽ ഇപ്പോൾ വിജിലൻസ് ത്വരിതാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും എത്രയോ ആളുകൾ ഭരിക്കാനിരിക്കുന്ന ഒരു ഗവൺമെൻറ്, അതിൻ്റെ നടപടികൾ നാം ഇപ്പോൾ ഈ 1-2 കേസുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ പോയാൽ അത് വളരെ അപകടകരമായിരിക്കും. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അഴിമതി മുക്തമായ ഒരു കേരളം ഉണ്ടാക്കുക എന്നുള്ളതാണ് LDFൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഓരോ പദമായി മുന്നോട്ട് പോകാനേ കഴിയൂ. അത് ഒറ്റയടിക്ക് കേരളത്തിലെ അഴിമതി മുഴുവൻ വിമുക്തമാക്കാനായിട്ട് സാധിക്കില്ല. ഉദ്യോഗസ്ഥ അഴിമതി ഇതിനേക്കാളൊക്കെ എത്രയോ കേമമാണ്, ഭയങ്കരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരെയൊക്കെ തൊടുമ്പോൾ ഇവിടെ ഭയങ്കര കരച്ചിലാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും. ജയരാജനെ 1-ാം പ്രതിയാക്കിയുള്ള വിജിലൻസ് FIR വന്നിരിക്കുന്ന സാഹചര്യത്തിൽ CPM യോഗങ്ങളിൽ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. വളരെയധികം ശ്രീ SR ശക്തിധരൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് MR രാജേന്ദ്രൻ നായർ ഈ ചർച്ചയോട് സഹകരിച്ചതിന്. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇതോടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇനി പൊളിമിക്സുമായി PT നാസർ എത്തും. കാണും. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.